ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ പെയിൻ 3D എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. നമ്മുടെ വിൻഡോസ് 10-ൽ അവൈലബിൾ ആയ ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇമേജ് സെലക്ട് ചെയ്ത് പെയിൻ 3D വഴി നമ്മളത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇതിനുപയോഗിക്കുന്ന ടൂള് മാജിക് സെലക്ട് എന്ന് പറഞ്ഞ ടൂളാണ്. അതിനുവേണ്ടി മാജിക് സെലക്ട് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമായ ഭാഗം ഏതാണോ ആ ഭാഗം കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് അമർത്തിയ ശേഷം നമുക്ക് ഇതുപോലെ കിട്ടും. പക്ഷേ നമുക്ക് ഇതിൻ്റെ മുഴുവൻ ഭാഗവും ആഡായി കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി നമ്മുടെ വലതുവശത്ത് കാണുന്ന ആഡ് എറേസ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ആഡ് ചെയ്യാനും ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ എറേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഈ ഇമേജ് സൂം ചെയ്യാവുന്നതാണ്. സൂം ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആഡ് ചെയ്യാനും എറേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതിനുവേണ്ടി മേലെയുള്ള പ്ലസ് മൈനസ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ മൗസ് പോയിൻ്റർ ഉപയോഗിച്ച് സ്ക്രോൾ ബട്ടൺ സ്ക്രോൾ ചെയ്താൽ നമുക്ക് സൂം ആവുന്നതാണ്. ഇതുവഴി നമുക്ക് കറക്റ്റ് പോർഷൻ ആഡ് ചെയ്യാനും എറേസ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഏകദേശം ഔട്ട്ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഡൺ കൊടുക്കുന്നു. അതിനുശേഷം ആ ഇമേജ് ക്ലിക്ക് ചെയ്ത് നമ്മൾ മൂവ് ചെയ്യുന്നു. ഇനി നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മേലെ കാണുന്ന ബ്രഷ് ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എറേസറിൽ ക്ലിക്ക് ചെയ്ത് തിക്നെസ് ഹൈ ആക്കുന്നു. അതിനുശേഷം നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യുന്നു. അതിനുശേഷം സെലക്ട് ക്ലിക്ക് ചെയ്ത് ആ ഇമേജ് സെലക്ട് ചെയ്യുന്നു. കറക്റ്റ് ആ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മെനുവിൽ പോയി സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. ഇമേജിൽ JPG മാറ്റി PNG ചെയ്താൽ മാത്രമേ നമുക്ക് ട്രാൻസ്പെറൻസി കിട്ടുള്ളൂ. അപ്പോൾ ട്രാൻസ്പെറൻസി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് റിമൂവ് ആയി പോയിട്ടുണ്ടാവും. അതിനുശേഷം സേവ് ചെയ്യുന്നു. അതിനുശേഷം എക്സിറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ വേറൊരു ഇമേജിലേക്ക് ചെയ്ത് വെച്ച ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് ആഡ് ചെയ്യാണ്. അതിന് നമ്മൾ വേറൊരു ഇമേജ് പെയിൻ 3D വഴി തന്നെ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ഇമേജ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയ ഇമേജ് ആഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ സ്ഥലത്ത് ആ ഇമേജ് ആഡ് ചെയ്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മെനുവിൽ കയറി നമ്മൾ ആ ഇമേജ് സേവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പെയിൻ 3D ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ ടെക് സംബന്ധമായ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.